അമ്മയോടൊപ്പം 9-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുക മേരി ദ വുമൺ ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ മാതൃകയായ പരിശുദ്ധ കന്യകാമറിയം. അനുസരണത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം. യഹൂദ നിയമം അനുസരിച്ച് അവിഹിതമായ ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷെ ദൈവത്തിൻ്റെ ഹിതത്തിന് അവൾ ആമേൻ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം വായിക്കും, Behold the handmaid of the Lord, be done to me according to thy word. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. അവൾ ഒറ്റ കാര്യം ചിന്തിക്കുന്നുള്ളൂ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം. എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് സ്വന്തമായ ഇഷ്ടങ്ങളില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് അവൾ ആഗ്രഹിച്ച് ദൈവത്തിന് പൂർണ്ണമായി അനുസരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി അവൾ കീഴ്വഴങ്ങുകയാണ്. പ്രിയം നിറഞ്ഞവരെ, ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുമ്പോൾ, ഇനി മുമ്പോട്ടുള്ള വഴി എന്തെന്നറിയാതെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ദൈവത്തെ അനുസരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ നമ്മൾ ദൈവത്തിലേക്ക് എത്തിക്കും. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ പറയുന്നവരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തെ നമുക്ക് അനുസരിക്കാം. ദൈവം നമ്മുടെ നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ട് ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് നമുക്ക് ഓർക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് ഓർക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, മറിയത്തെ പോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ പറയുന്നവരായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ദൈവത്തെ അനുസരിക്കാം. അനുസരണയുള്ളോടത്ത് അനുഗ്രഹമുണ്ട്. ആമേൻ.